ഇടിച്ചക്ക കൊണ്ട് ചിക്കനെയും ബീഫിനെയും തോൽപ്പിക്കുന്ന ഫില്ലിങ്ങോട് കൂടിയ അടിപൊളിയൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതിനായി വേണ്ടത് ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക വളരെ കുറച്ച് മതി. അതിതുപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഈ ഇടിച്ചക്കയുടെ കളർ ചെറുതായി മാറിയിട്ടുണ്ട്. അത് സാരമില്ല കേട്ടോ, അത് ടേസ്റ്റിനൊന്നും ബാധിക്കില്ല. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് സവാള ചേർത്ത് വഴറ്റാം. സവാള നന്നായിട്ട് വഴറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാള കരിഞ്ഞു പോവാതെ നോക്കണേ. സവാള നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, മല്ലിയില ഇതെല്ലാം കൂടി ചതച്ച മിശ്രിതം ചേർത്ത് ഇളക്കാം. മല്ലിയില ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ പെരുംജീരകം നിങ്ങൾ മാക്സിമം ചേർത്തോളൂ കേട്ടോ. അത് നന്നായി മൂത്ത ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന ശേഷം തക്കാളി ചേർക്കാം. തക്കാളി നല്ല ഉടഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം. ഇളക്കുന്ന തവി വെച്ച് തന്നെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളി വാടിക്കിട്ടും. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇവിടെ മസാല നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക ചേർക്കാം. ചക്ക ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. അത് പക്ഷേ ടേസ്റ്റിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ചക്ക ക്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ കളറ് മാറുന്നുണ്ട്. ചക്ക ക്രഷ് ചെയ്ത ഉടനെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഈ ചക്ക ഇട്ട് വയ്ക്കുക, അതായത് ക്രഷ് ചെയ്ത ചക്ക. എന്നിട്ട് മസാലയിലേക്ക് ചേർക്കുമ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ചക്ക ചേർത്ത് ഇളക്കിയ ശേഷം അത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ചക്ക വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ അടച്ച് വെച്ചിട്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം നമ്മൾ വെച്ച് ചക്ക വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. ചക്കയ്ക്ക് വേവുണ്ട്. ഇടിച്ചക്ക നമ്മൾ സാധാരണ വേവിച്ചിട്ടാണ് തോരനടക്കം വെക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്തത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ചക്ക പാകത്തിന് വേവായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചക്കയുടെ ആ നോൺ വെജ് ഫീല് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഷ്രെഡ് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഒരു ടെക്സ്ചറിലാണ് ചക്ക ഓൾറെഡി കിടക്കുന്നത്. ഇനി ഈ മുട്ടയും കൂടി ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കൂടി ആകുമ്പോൾ അടിപൊളി ഫീലാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചുകൂടി ഗരം മസാല പൊടി ചേർക്കുന്നു. പിന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അങ്ങനെ ഇവിടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്, ഇടിച്ചക്ക മസാല. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 വശത്തുമുള്ള ബ്രൗൺ കളറിലുള്ള പോർഷൻ കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് ചപ്പാത്തി പരത്തുന്ന ഒരു പലകയും ഒരു കോലുമാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇതുപോലെ വേണം. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. ചപ്പാത്തി പരത്തുന്ന സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് എഗെയിൻ അതുകൂടി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ബ്രെഡ് സ്ലൈസ് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു ബ്രെഡ് സ്ലൈസ് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് അതിനുള്ളിൽ ഫില്ലിംഗ് വെക്കുക. എന്നിട്ട് അതിൻ്റെ 4 വശത്തും പശയൊക്കെ തേക്കുന്ന പോലെ നേരത്തെ റെഡിയാക്കിയ എഗ് മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ച് 4 വശവും പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. 4 വശവും ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ 4 വശമൊക്കെ ചെറുതായിട്ടൊന്ന് ഷേപ്പൊക്കെ മാറും, പക്ഷേ പ്രശ്നമില്ല. നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ കത്തിക്കൊണ്ട് ഒരൊറ്റ കട്ടിൽ കട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ നല്ലപോലെ ടൈറ്റായിട്ട് ആ വശങ്ങൾ ഇരിക്കും ചെയ്യും. എന്നാൽ അഭംഗിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യും ചെയ്യാം. അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 4 എണ്ണം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 5 സ്നാക്സാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ അത് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് 10 എണ്ണം ആക്കാം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് അതിന് മുകളിലായിട്ട് ബട്ടർ തടവി കൊടുക്കാം.
ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടറാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ബട്ടറാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ആ പാനിലേക്ക് വെച്ച് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് പരിപാടി. ഓരോ വശവും ടോസ്റ്റായിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ബട്ടർ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ബട്ടർ തടവാതെ വെറുതെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാം. നോൺ സ്റ്റിക്ക് പാൻ അല്ലേ, അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ ബട്ടർ തടവുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് വരും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി ഇതിൻ്റെ 4 വശങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 2 തവി വെച്ചിട്ടൊന്ന് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒരുപോലെ ചുട്ടെടുക്കുകയാണ്. ഇതുപോലെ അറ്റ് എ ടൈം തന്നെ 4 എണ്ണം നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം സിംഗിളായിട്ട് ആദ്യം ചുട്ട് കാണിച്ചു തന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ലെബനീസ് ഫുഡായ അരായസിൻ്റെ മാതൃകയിലാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിന് ജാക്ക് ഫ്രൂട്ട് അരായസ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതിനുള്ളിലുള്ള ഫില്ലിംഗ് ചിക്കനെയും ബീഫിനെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഫില്ലിംഗ് ആണ്. കോഴിമുട്ട കൂടി ചേർത്തുകൊണ്ട് കറക്റ്റ് നോൺ വെജ് ഫീലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ ഇടിച്ചക്കയൊക്കെ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഒരു സ്നാക്കിൻ്റെ ഒരു പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നോക്കൂ, അതിങ്ങനെ ശരിക്കും ആ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഷ്രെഡ് ചെയ്ത് വെച്ച പോലെ ഇല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.